ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ രാവിലെ കൂക്കുമല പോയാണ്. ഒടുക്കത്തെ തണുപ്പാണ്, ഒരു രക്ഷയില്ല. രാവിലെ ആണിറങ്ങിന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്, അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. ഗൈസ് ഞങ്ങൾ രാവിലെ തന്നെ കൂക്കുമലയിൽ പോയാണ്. കൊളുക്കുമലകൾക്കുള്ള പോകുന്ന റൂട്ടിലാണ്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളെ എന്താണ് ഫോം എന്തോ ഫില്ല് ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിത് അപ്പോൾ ഇവിടെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് അനൂപ് പോയിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ക്യൂ ആണ്, കണ്ടില്ലേ? ഇതാണ് നമ്മൾ വന്ന ജീപ്പ്. അതെ, നിതിൻ, വിഷ്ണു, നമ്മുടെ ശരത്ത്. ഇത് കണ്ട, ഇവിടെ ക്യൂ ആണ്. ജീപ്പുകൾ കംപ്ലീറ്റ് നിരന്ന് കിടക്കുകയാണ്. രാവിലെ 5 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണിത്. വേണ്ട, ഇന്ന് ഏകദേശം 100ഓളം ജീപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ കൊളുക്കുമല ടോപ്പിൽ കയറാനായിട്ട്. അപ്പോൾ എത്ര ആൾക്കാരുണ്ടാവുമെന്ന് നമുക്കറിയാൻ പാടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇത് കണ്ട, കാണുന്ന ജീപ്പുകളൊക്കെ അത് കണ്ട താഴേക്ക് കുറേ കിടപ്പുണ്ട്. എല്ലാം നിരന്ന് കിടക്കുകയാണ്. ഒക്കെ ഇവിടുന്ന് ഫോം ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇനി അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. കൊളുക്കുമല ടീ എസ്റ്റേറ്റ്. ഇവിടെ നിന്നാണ് കൊളുക്കുമല ടീ എസ്റ്റേറ്റിന്റെ വ്യൂ സ്റ്റാർട്ട് ചെയ്യണത്. എൻ്റെ അമ്മ ഫുള്ള് കോടയാണുള്ളതൊന്നും കാണാൻ പറ്റില്ല. കോട മാറിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പറയാൻ പറ്റില്ല, മാറി കിട്ടും. ആ, ചിലപ്പോ മാറുമായിരിക്കും കോട. പെട്ടെന്നായിരിക്കും ഇത് മാറുന്നതും വരുന്നതൊക്കെ, പറയാൻ പറ്റില്ല. ഇതുണ്ട്, ആ സൈഡ് ഫുള്ള് മൂടിയിരിക്കണേ, ഒന്നും കാണാൻ പറ്റുള്ളല്ലേ. എൻ്റെ അമ്മോ, എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? ഇതേ ശരത്ത് കൂടെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി. വീഡിയോ ആണോ ഫോട്ടോ ആണോ? ഇത് വീഡിയോ ആണ്. ആ, വീഡിയോ ആണ്. നിന്റെ ഡയലോഗ് ഒന്നും പറയണല്ലോ, ഒന്ന് പറഞ്ഞേ. ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് അതെ അതെ, സഞ്ജുട്ടേക്ക് ഒന്ന് തല്ലുവന്ന് എന്നെ കോപ്പി അടിച്ചളാന്ന്. കണ്ടോ, ജീപ്പൊക്കെ വന്നാണ്ട്. അതെ, ഫോഗിന്റെ ഇടയിൽ കൂടിയൊക്കെ 2 ലൈറ്റ് മാത്രം ഉണ്ടെന്ന്. ഒരു രക്ഷയില്ല, ഇവിടെ ഫുള്ള് ഫോഗാണ്, കംപ്ലീറ്റ് മൂടിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റണില്ല. ഇത് മാറിയാൽ മാത്രമേ ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ അതാ കുറച്ചുകൂടി മുകളിലോട്ട് കയറാൻ പോണാണ്. ബിഗ് ബി മുമ്പിൽ പോകുന്നുണ്ട്. വിഷ്ണു വാ കയറി. ഓ, ഇത് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തായാലും കുറച്ച് ഹൈറ്റിൽ നിന്നുള്ള വ്യൂ കിട്ടും. ഇത് കൊളുക്കുമലയിലെ പുതിയൊരു ഡ്രൈവർ വന്നിട്ടുണ്ട്, ശരത്ത് ഡ്രൈവർ. ഇവിടെ ശരത്ത് ജീപ്പിലിരുന്നുള്ള ഫോട്ടോഗ്രാഫിയിലാണ്. ഇവിടെ നിന്ന് ഇനി നേരെ പോയാൽ നമ്മൾ ആ ഒരു അതെ പുലിയുടെ ആ ഒരു ഫേസുള്ള പാറ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ അതെ, അവിടെയും ഈ കോട ഉണ്ടെങ്കിൽ
ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. സിംഗപ്പാറ എത്തി. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സെക്ഷനാണ് കാണുന്നത്. നമ്മുടെ ദിമ്മോനോട് ഒന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുളുക്കുമല എത്തിയിട്ട് സൺറൈസ് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. എന്നാലും പക്ഷേ ഈ ഒരു കോടയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു വൈബാണ്. അതെന്തായാലും നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. അതെ 950 നമ്മുടെ വണ്ടി വന്നു. ഓക്കെ പോട്ടെ. ആ പറഞ്ഞോ, എങ്ങനെയുണ്ടായി സ്ഥലത്തെ അഭിപ്രായം? ഒന്നും പറയാനുള്ളത് സൂപ്പറായിരുന്നു. എന്തൊക്കെ കണ്ടെന്ന് പറ. ഒന്നും കണ്ടില്ല. ഇപ്പൊ ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ തെളിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം. നമ്മൾ വന്ന ജീപ്പാണ് കാണുന്നത്. ജോൺ ചേട്ടനാണ് നമ്മളെ ജീപ്പ് ഡ്രൈവർ. പുള്ളി ഒരു രക്ഷയില്ലാത്ത റൈഡായിരുന്നു. നമ്മൾ കണ്ട് ഇപ്പം ചേട്ടൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണോ?
സൂര്യനെല്ലി തന്നെ. ആ ശരിക്കും തമിഴാണ് മലയാളം? തമിഴാണ്. ആ സെറ്റിലാണ് ഇവിടെ. ഓ അത് പണ്ട് തന്നെ വന്നാ? ഓ അത് ശരി. ചെറുപ്പം മുതലേ അപ്പം അറിയാം ഇവിടെയൊക്കെ. അത് കൊള്ളാം. ചേട്ടൻ ഇപ്പൊ ഇത്ര വർഷം ഇപ്പൊ ജീപ്പ്? 10 കൊല്ലമായിട്ടാ. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇപ്പൊ ഇന്ന് ഞങ്ങൾ കണ്ടത്. അതെന്തായാലും പൊളിയായിരുന്നു. ഒന്നും പറയാനില്ലാത്ത റൈഡാണ്. ഇത് വേണ്ട, ഇതുപോലെയാണ് ഇവിടെ നിന്ന് ഓരോ വണ്ടികളും വന്ന് ഇറങ്ങി പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ചേട്ടൻ നിർത്തി തന്നാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ കാണുന്ന മല കണ്ടില്ലേ അവിടെ ദൂരെ, അതിൻ്റെ ഇപ്പുറത്താണ് മീശപ്പുലിമല വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുളുക്കുമല. ഇത് രണ്ടും ഏകദേശം അടുത്തടുത്താണ് വരുന്നത്, തൊട്ടടുത്ത് തന്നെ. ഇത് കണ്ടോ അവിടെ ദൂരെ ആ വഴി കൂടിയൊക്കെയാണ് നമ്മൾ കയറി വന്നത് രാത്രിത്തെ വ്യൂ. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു റൂട്ടിലെ ഒരു 7 കിലോമീറ്റർ ഓഫ് റോഡിലുള്ള ജീപ്പ് റൈഡ്. അത് നമ്മളെന്താ കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. 2500 രൂപയാണ് ഇപ്പോൾ ഇവിടുത്തെ ചാർജ്. അത് 7 പേർക്ക് വരെയും പോകാം മാക്സിമം. 6 പേരാണ് അവർ പറയുന്നത്, എന്നാലും 7 പേര് വരെ അവർ മാക്സിമം കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ ഇതല്ലേ മറ്റേ ഹെയർ പിൻ ബെൻഡ്. ഓക്കെ, ഇത് കണ്ടില്ലേ 7 കിലോമീറ്ററിൽ 11 ബെൻഡാണ് ഇവിടെ ഉള്ളത്. അതിൽ 7ാമത്തെ ബെൻഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഹെയർ പിന്ന് തന്നെയാണ് ഈ ബെൻഡെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ട ഈ ജീപ്പൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ കാണുന്നത്.